ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. അമൂല്യമായ മാനവജന്മം വൃഥാ നിസ്സാരമായ കാര്യങ്ങളിൽ വിനിയോഗിക്കുന്നത് നമുക്ക് ഏറ്റവും വലിയ നഷ്ടവും, എന്നാൽ ഉത്കൃഷ്ടമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതാണ് വമ്പിച്ച ലാഭവും. നാം ചന്ദനവിറക് കത്തിച്ച് സ്വർണപാത്രത്തിൽ എള്ളിൻ പിണ്ണാക്ക് വേവിക്കുന്നത് പോലെയാണ് ഈ മർത്യദേഹം കിട്ടിയിട്ടും നാം നിസാരമായ ലോകസുഖങ്ങൾക്ക് വേണ്ടി അലയുന്നത്. എള്ളിൻ പിണ്ണാക്ക് വേവിക്കാൻ ചന്ദനവിറക് കത്തിക്കേണ്ട ഒരാവശ്യവുമില്ല. അതേതെങ്കിലും ഒരു പൊട്ടച്ചട്ടിയിൽ വേവിച്ചാലും മതി എള്ളിൻ പിണ്ണാക്ക്. എന്നാൽ അതിന് ചന്ദനവിറക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലയേറിയത്. ചന്ദനവിറക് കത്തിച്ച് സ്വർണപാത്രത്തിൽ നിവേദിക്കേണ്ടത് ഏറ്റവും ഉത്കൃഷ്ടമായ ഭക്ഷ്യപാനീയം ആയിരിക്കണം. അതായത് ദേവന് സമർപ്പിക്കാനുള്ള നിവേദ്യമായിരിക്കണം സ്വർണപാത്രത്തിൽ ചന്ദനവിറക് കത്തിച്ച് വേവിക്കേണ്ടത്. അപ്രകാരമാണ് നാം, ഈ മനുഷ്യ ശരീരമാണ് സ്വർണപാത്രം. ഈ ജീവിതകാലമാണ് ചന്ദനവിറക് കത്തിക്കുക എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ജീവിതം ഏറ്റവും ഉത്കൃഷ്ടമായ ആത്മാവിനെ അറിയാൻ ഉള്ളതാണ്. അത് നിസാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിച്ച് സമയം നഷ്ടമാക്കരുത് എന്ന് മഹാത്മാക്കൾ നമുക്ക് താക്കീത് നൽകുകയാണ്. അങ്ങിങ്ങലഞ്ഞു വെറുതെ ജീവിതം വ്യർത്ഥമാം വിധം നശിപ്പിക്കായി വിനീമട്ടാം പുണ്യജന്മം സുദുർലഭം. മനുഷ്യജീവിതം പുണ്യമാണ്. അനവധി ശരീരങ്ങളിൽ കൂടി പാകപ്പെട്ട് നാം ചെയ്ത സുഹൃതത്തിൻ്റെ ഫലമായിട്ടാണ് ആരോഗ്യമുള്ള മനസ്സും ശരീരവും ബുദ്ധിയുമുള്ള ഒരു മർത്യദേഹം നമുക്ക് ലഭിക്കുന്നത്. ഈ മറ്റു ശരീരങ്ങളെപ്പോലെയല്ല മനുഷ്യ ശരീരം. മനുഷ്യ ശരീരത്തിന് അതിലുള്ളതിനേക്കാൾ കൂടുതൽ വിശിഷ്ടമായ ചില പ്രത്യേക കഴിവുകൾ നിക്ഷേപിച്ചിരിക്കുന്നു. ആ കഴിവുകൾ കണ്ടെത്തി അതനുഭവിച്ച് ആസ്വദിച്ചവരാണ് നമ്മുടെ പൂർവീകരായ ഋഷീശ്വരന്മാർ. അവർ അതെങ്ങനെ പ്രാപിക്കാം എന്ന് നമുക്ക് വിവരിച്ചും തന്നിരിക്കുന്നു. അതിനാണ് വേദം എന്ന് പറയും. വേദം എന്നാൽ അറിവ്. പ്രജ്ഞാനം ബ്രഹ്മ. ബ്രഹ്മത്തിൻ്റെ സ്വഭാവം ബോധസ്വരൂപമാണ്. ആ ബോധസ്വരൂപമാണ് നമുക്കൊക്കെ തെളിഞ്ഞു കിട്ടേണ്ടത്. അതിന് നാം എന്തു ചെയ്യണം? അങ്ങിങ്ങലഞ്ഞ് വെറുതെ നമ്മുടെ വിലയേറിയ സമയത്തെ വെറുതെ നമ്മൾ വ്യർത്ഥമാക്കി കളയരുത്. അവിടെയും ഇവിടെയുമൊക്കെ ഓടി അതും ഇതും അന്വേഷിച്ച് അവസാനം ഒന്നിനും പറ്റാത്ത വാർദ്ധക്യത്തിലെത്തുമ്പോൾ പിന്നെ നമുക്കൊന്നും നേടാൻ സാധിക്കുകയില്ല. ആരോഗ്യവും ചുറുചുറുക്കും ഓജസ്സും ഉള്ളപ്പോൾ വേണം ആത്മാന്വേഷണം തുടങ്ങാൻ. പലരും ധരിച്ചിരിക്കുന്നത് ആത്മാന്വേഷണം കുറെ പ്രായമായതിന് ശേഷമാണ് എന്ന്. പക്ഷേ പ്രായമായതിന് ശേഷം നമുക്ക് നടക്കാൻ പോലും വയ്യ, തിന്നാൽ ദഹിക്കൂല. അതുപോലെ മനസ്സ് ദുർബലമാണ്, ശരീരവും ദുർബലമാണ്. അതുകൊണ്ട് എന്തു നേടാനാണ്? ഏറ്റവും ശ്രേഷ്ഠമായതാണ് ആത്മതത്വം അറിയുക എന്നത്. അതിന് നല്ല കാലം തന്നെ നമ്മൾ വിനിയോഗിക്കണം. അപ്പോഴേ അതിൻ്റെ മേന്മ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനാൽ അവിടെയും ഇവിടെയും ഓടി അലഞ്ഞ് നല്ല കാലം കളയരുത് എന്നാണ്. അങ്ങിങ്ങലഞ്ഞു വെറുതെ ജീവിതം വ്യർത്ഥമാം വിധം നശിപ്പിക്കായി വിനീമട്ടാം പുണ്യജന്മം സുദുർലഭം. ഇപ്രകാരത്തിലുള്ള മർത്യജന്മം
ഏറ്റവും അല്ല, ദുർലഭമാണ്. ദുർലഭമായ ഈ അവസരത്തെ നമ്മൾ നഷ്ടമാക്കി കളയരുത്. അത് വേണ്ടതുപോലെ വിനിയോഗിക്കുകയാണ് വേണ്ടത്. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം സഫലമായി തീരുകയുള്ളൂ, ധന്യധന്യമായി തീരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സുഭാഷിത രത്നം നമ്മൾ വീണ്ടും വീണ്ടും അയവറക്കേണ്ടതാണ്, ഓർമ്മിക്കേണ്ടതുമാണ്. അങ്ങിങ്ങലഞ്ഞു വെറുതെ ജീവിതം വ്യർത്ഥമാം വിധം നശിപ്പിക്കായി വിനീമട്ടാം പുണ്യജന്മം സുദുർലഭം.